ഞാനൊരു സ്ത്രീയാണ്. തൽക്കാലം നിങ്ങൾക്കെന്നെ മായ എന്ന് വിളിക്കാം. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത, എൻ്റെ മനസ്സിനെ ഏറെ വേദനിപ്പിച്ച ഒരു ഇൻസിഡൻറ്റ്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ജോലി വിദേശത്തായിരുന്നെങ്കിലും ചില ജീവിത പ്രശ്നങ്ങൾ കാരണം എനിക്ക് നാട്ടിൽ സെറ്റിൽഡ് ആവേണ്ടി വന്നു. പ്രശ്നങ്ങൾ നിശബ്ദമായി ജീവിതത്തെ ബാധിച്ചപ്പോൾ നിരാശയുടെ പടുകുഴിയിലേക്ക് ആണ്ടുപോയി ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുഹൃത്തുക്കൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത്. ഫേസ്ബുക്കിലൂടെ പഴയ സുഹൃത്തുക്കളെല്ലാം കണ്ടെത്തി അവരോട് സംസാരിച്ചിരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു റിലാക്സേഷൻ കിട്ടുമെന്ന് തോന്നി. വഞ്ചനയിൽ ചാലിച്ച പുഞ്ചിരിയുമായി ചതി കോർത്ത ചൂണ്ടയുമായി ചിലരെങ്കിലും വരുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാണ് ഫേസ്ബുക്ക് കൈകാര്യം ചെയ്തത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു. ഐഷാബി. ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ പ്രൊഫൈലിൽ കയറി നോക്കി. അവരുടെ ഫാമിലി ഫോട്ടോസ് അടക്കം ധാരാളം ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഫേക്കല്ലെന്ന് ഉറപ്പായതോടെ അവരെ ആഡ് ചെയ്തു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി മാറി. അങ്ങനെയിരിക്കെ അവരെന്നെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. പരിചയമില്ലാത്ത ആൾക്കാർ, ഇൻബോക്സ് ചാറ്റ്, തലവേദനയാവുമെന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് അവരെന്നെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. പുതിയ ആളായതുകൊണ്ടോ എന്തോ ഞാനിടുന്ന പോസ്റ്റുകൾക്കെല്ലാം ഒത്തിരി ലൈക്സും കമൻസും കിട്ടി. അത് മനസ്സിന് ഒത്തിരി സന്തോഷം പകർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ സ്ഥിരമായി തൻ്റെ പോസ്റ്റിന് കമൻ്റ് ഇടുന്നത് ശ്രദ്ധിച്ച് പോസ്റ്റ് ഇടാത്ത ദിവസങ്ങളിൽ പുതിയ പോസ്റ്റുകളൊന്നും ഇല്ലേ എന്നവൻ ചോദിച്ചു. ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്താൽ ആദ്യം ലൈക്കും കമൻറ്റും തരുന്നത് അവനായിരിക്കും. അവൻ എൻ്റെ പോസ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ എൻ്റെ ഇൻബോക്സിൽ വന്നു. നല്ല രീതിയിൽ ചാറ്റ് ചെയ്തു. ഞാൻ എന്നെ പരിചയപ്പെടുത്തി. മാരീഡ് ആണെന്നും 2 കുട്ടികളുണ്ടെന്നും പറഞ്ഞു. അപ്പോഴവൻ പറഞ്ഞു അവൻ സിംഗിളാണെന്നും പെണ്ണന്വേഷിക്കുന്നുണ്ടെന്നും നല്ല കുട്ടികളുണ്ടെങ്കിൽ പറയണമെന്നും പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ വാക്കുകളിൽ മധുരം പുരട്ടാൻ തുടങ്ങി. നിന്നെപ്പോലെ നല്ല സ്വഭാവമുള്ള ഭാര്യ കിട്ടിയ നിന്റെ ഭർത്താവ് ഭാഗ്യവാനാണെന്നും മറ്റും. ചാറ്റ് ട്രാക്ക് മാറാൻ തുടങ്ങിയപ്പോൾ ഞാൻ നിരുത്സാഹപ്പെടുത്തി. അങ്ങനെയിരിക്കെ എൻ്റെ പോസ്റ്റിന് താഴെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരോട് അവൻ ചൂടാവാൻ തുടങ്ങി. എൻ്റെ കാര്യത്തിൽ അവൻ ഓവർ പ്രൊട്ടക്ഷൻ നടത്തിയപ്പോൾ, അമിത സ്വാതന്ത്ര്യം എടുക്കാൻ തുടങ്ങിയപ്പോൾ മറ്റു വഴികളില്ലാതെ എനിക്കവനെ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. അതവന് വലിയൊരു ഷോക്കായി മാറി. എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത ഐഷാബിയുടെ ഇൻബോക്സിൽ പോയി അവൻ കുറെ കരഞ്ഞു. അങ്ങനെ ഐഷാബി എനിക്ക് ഉറപ്പ് തന്നു ഇനി പ്രശ്നമുണ്ടാവില്ലെന്ന്. അങ്ങനെ ഞാൻ ബ്ലോക്ക് മാറ്റി. അങ്ങനെ അവൻ ഇൻബോക്സിൽ വന്ന് സോറി പറഞ്ഞു. പഴയതെല്ലാം മറന്ന് വളരെ നല്ല രീതിയിൽ ചാറ്റാൻ തുടങ്ങി. അവൻ കുറെ കൂടെ മെച്യൂർഡായ പോലെ തോന്നി. അവൻ സിംഗിളിലെന്നും ഭാര്യയും 2 വയസ്സായൊരു മോളുമുണ്ടെന്ന് പറഞ്ഞു. ഭാര്യയുമായി എപ്പോഴും വഴക്കാണെന്നും ജീവിതത്തിൽ സ്വസ്ഥതയില്ലെന്നും പറഞ്ഞു. എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം അവരുടെ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് വരെ എനിക്ക് അയച്ചു തന്നു. ഞാൻ അവനെ സമാധാനിപ്പിച്ചു. പോസിറ്റീവായി ചിന്തിക്കാൻ പറഞ്ഞു. മോൾക്ക് വേണ്ടി എല്ലാം ക്ഷമിക്കാൻ പറഞ്ഞു. മോളെ അവന് വല്ലാത്ത ജീവനായിരുന്നു. ജൂണിലായിരുന്നു മോളുടെ ബർത്ത്ഡേ. അതിന് 2 ദിവസം മുമ്പ് നാട്ടിൽ പോകണമെന്നും പറഞ്ഞിരുന്നു. ഉപ്പ വരുമ്പോൾ എനിക്ക് ചോക്ലേറ്റ് കൊണ്ടുവരുമോ? മോളുടെ വോയിസ് എല്ലാം അവനെനിക്ക് അയച്ചു തരുമായിരുന്നു. മോൾക്ക് കൊണ്ടുപോകാൻ വാങ്ങിവെച്ച ടെഡി ബിയറിൻ്റെയും സ്റ്റെപ്പായ ഫ്രോക്കിൻ്റെയും എല്ലാം ഫോട്ടോയും അവൻ അയച്ചു തന്നിരുന്നു. സ്റ്റെപ്പുള്ള ഫ്രോക്ക് അവൻ്റെ മോൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. സൗഹൃദം മുറുകിയപ്പോൾ വീണ്ടും അവൻ്റെ സ്വരം മാറി. അവനെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്ക് പേടിയായി തുടങ്ങി. കാരണം ഓരോ ദിവസവും അവൻ്റെ ഇഷ്ടം കൂടി വരികയായിരുന്നു. അങ്ങനെയിരിക്കെ ഞാൻ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇടുമ്പോഴെല്ലാം അർത്ഥം വെച്ചുള്ള കമൻറ്റുകൾ വരാൻ തുടങ്ങി. പലപ്പോഴും നെഗറ്റീവ് കമൻറ്റുകളും. എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അവൻ എന്നെക്കുറിച്ച് എല്ലാവരുടെയും ഇൻബോക്സിൽ പലതും പറഞ്ഞു നടക്കുന്നു എന്ന്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നെന്നും രാത്രി വിളിച്ച് മോശമായി സംസാരിക്കാറുണ്ടെന്നെല്ലാം. അത് കേട്ടതോടെ ഞാനാകെ തകർന്നു പോയി. ഒരുപാട് സങ്കടം തോന്നി. ഒരു നല്ല സുഹൃത്ത് എന്ന് കരുതിയ ആളിൽ നിന്നും ഒട്ടും നല്ലതല്ലാത്ത പ്രവൃത്തി കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നി. ഞാൻ ഫേസ്ബുക്ക് ലോഗൗട്ട് ചെയ്തു. ഐഷാബി വന്ന് വീണ്ടും വിളിച്ചെങ്കിലും ഞാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ 7 ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം പുലർച്ചെ ഫോൺ റിങ് ചെയ്യുന്നു. ഉറക്കച്ചടവോടെ ഞാൻ ഫോൺ എടുത്തു. ഐഷാബിയായിരുന്നു. ഫേസ്ബുക്കിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം 1-2 പ്രാവശ്യം ഐഷാബി വിളിച്ചിരുന്നെങ്കിലും ഗ്രൂപ്പിൻ്റെ കാര്യം പറയാൻ വിളിക്കരുതെന്ന് അവരോട് ഞാൻ പറഞ്ഞിരുന്നു. അതവർക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തീർത്തും അപ്രതീക്ഷിതമായി പുലർച്ചെ അവർ ഫോൺ ചെയ്തത്. മനസ്സിൽ വല്ലാത്തൊരു പേടി തോന്നി. എന്തായിരിക്കും അവർക്ക് പറയാനുള്ളത്? അവർ പറഞ്ഞത് കേട്ട് ഞാൻ നടുങ്ങി. ഗൾഫിൽ നടന്ന ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ ആ സുഹൃത്ത് മരിച്ചുപോയെന്ന്. ഒരു നിമിഷം ഞാൻ തരിച്ചു നിന്നുപോയി. വല്ലാത്തൊരു ശൂന്യത. ഞാൻ ഫേസ്ബുക്കിൽ നിന്നും ഒഴിവായതിനു ശേഷം 2 ദിവസം മാത്രമേ അവനും ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ പോകുന്നതിന് ശേഷം അവൻ വല്ലാത്ത നിരാശയിലും കടുത്ത മാനസികാവസ്ഥയിലുമായിരുന്നു. ഞാൻ തിരിച്ചു വരാൻ വേണ്ടിയായിരിക്കണം അവൻ ഗ്രൂപ്പിൽ പബ്ലിക്കായി സോറി പറഞ്ഞിരുന്നു. ഞാൻ FB തുറന്ന് അവൻ്റെ ഇൻബോക്സിലൊന്ന് പോയി. അത് നിറയെ അവൻ്റെ സോറികളായിരുന്നു. ആ ക്ഷമാപണത്തിൽ അവൻ്റെ കണ്ണുനീരെനിക്ക് കാണാൻ കഴിഞ്ഞു. അവൻ്റെ മരണത്തിന് ഞാനാണ് കാരണമെന്ന് എനിക്ക് തോന്നി. വീണ്ടും ടെൻഷൻ ജീവിതത്തെ കീഴ്പ്പെടുത്താൻ തുടങ്ങി.
അങ്ങനെയിരിക്കെ അപ്രതീക്ഷിതമായി ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നതിനിടയിൽ അവർ പറഞ്ഞു, സഹോദരൻ മാസങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ ഒരു ആക്സിഡന്റിൽ മരിച്ചുവെന്നോ. സംശയം തോന്നിയ ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതെൻ്റെ സുഹൃത്തിൻ്റെ സഹോദരിയാണെന്ന്. അങ്ങനെ അവരുമായി ഞാൻ നല്ല സൗഹൃദത്തിലായി. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആക്സിഡന്റിന് 2 ദിവസം മുമ്പ് ഭാര്യയുമായി അവൻ ഭയങ്കരമായി വഴക്കിട്ടിരുന്നെന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ ആ വീട്ടിലേക്ക് പോയി. സ്വന്തം മോൾക്ക് വാങ്ങിവെച്ചതൊന്നും നൽകാൻ കഴിയാതെ മരണത്തിന് കീഴടങ്ങിയ ആ സുഹൃത്തിൻ്റെ ആഗ്രഹം പോലെ മോൾക്കുള്ള സ്റ്റെപ്പ് ഫ്രോക്കും ടെഡ്ഡി ബിയറും ചോക്ലേറ്റുകളുമായി അവൻ ആഗ്രഹിച്ചിരുന്നതെല്ലാം എന്നാൽ കഴിയും വിധം ഞാൻ സാധിപ്പിച്ചു കൊടുത്തു. മോളുടെ ബർത്ത്ഡേ അവൾക്ക് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങളുമായി അടിപൊളിയാക്കി. മോളുടെ സന്തോഷം കാണുമ്പോൾ എനിക്കും സന്തോഷം തോന്നാറുണ്ട്. എങ്കിലും വലിയൊരു ദുഃഖം ബാക്കി നിൽക്കുന്നു. അവനോട് ക്ഷമിച്ചു എന്ന് പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത്. ഇഷ്ടപ്പെട്ടവർക്ക് സങ്കടം തോന്നാതിരിക്കാൻ വേണ്ടിയായിരിക്കണം അവരെയെല്ലാം വെറുപ്പിച്ച് അവൻ മരണത്തിന് കീഴടങ്ങിയത്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത നീറുന്നൊരോർമ്മയായി അവൻ ഇന്നും എന്നിൽ അവശേഷിക്കുന്നു.